ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ്. ഓ ഗൈസ്, നോക്കൂ, നമ്മളൊരു മാറിക്കടി. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ ഗൈസ്, ഞങ്ങളെ ചതിച്ചു. അതായത് ഫ്ലിപ്കാർട്ടിൽ ഞങ്ങളെ ചതിച്ചു ഗൈസ്. അതായത് സംഭവം ഉണ്ടോ, ഇത് എൻ്റെ മോളെ ബർത്ത്ഡേക്ക് ഞാൻ ഓർഡർ ചെയ്ത സൈക്കിളാണ്. അത് കൊട്ടി കാണിക്കടി. ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഉത്തരവാദിത്തമില്ലാത്ത പണിയായി. ഒരു കാര്യം പറയുന്നത്, പെട്ടി ഇവിടെ ആരോ പൊളിച്ചിട്ടുണ്ട് ഗൈസ്. ഇതുണ്ടോ, ഇത് എനിക്ക് ഓർഡർ എനിക്ക് കിട്ടുന്നതിന് മുന്നേ, അതായത് എൻ്റെ കയ്യിൽ വരുമ്പോൾ ഈ ഓരോ ഹോൾസെയിൽ കിട്ടും. ഏകദേശം 2 കണ്ടോ, 3 കയ്യിനുള്ളിൽ പോകുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ ആരും വലിച്ചെടുത്താണോ എനിക്കറിയില്ല, ആരും കുറ്റം പറയുന്നൊന്നുമില്ല ഞാൻ. പ്രശ്നം ഇതാണ്, അതായത് ഇതെൻ്റെ മോളെ ബർത്ത്ഡേക്ക് ഞാൻ ഓർഡർ ചെയ്ത സൈക്കിളാണ്. ഈ സൈക്കിളിൽ എല്ലാ സാധനമുണ്ട്, ടയറുണ്ട്, സീറ്റ് ഉണ്ട്, എല്ലാ സാധനമുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കണം, ഈ സൈക്കിളിന് ഇതിൽ ഹാൻഡിലില്ല, ഹാൻഡിലും ഇല്ല. അതുപോലെ തന്നെ എന്താ ഇവിടെ ഇടുന്ന ആ ഒരു ഇവിടെ നിന്നൊരു കമ്പി, അതായത് ഈ ടയറിന്റെ കണക്ഷൻ കൊടുക്കുന്ന കമ്പി ഇതിലില്ല. കണ്ടില്ലേ, ഇത് എവിടെ ഇട്ട് കൊടുക്കും ഞാൻ, കണ്ടില്ലേ. അതേപോലെ തന്നെ ഞാൻ ഓർഡർ ചെയ്ത കളർ റെഡ് കളറാണ്. എനിക്ക് കളറിൽ പോട്ടെ, പക്ഷെ ഈ ഒരു സാധനം ഇല്ല. ഇതിപ്പോ എന്നെ നോക്ക്, ഇത് കണ്ടോ, ഈ 2 സാധനമാണ് ഈ മെയിൻ ആയിട്ട്. പിന്നെതാ ഈ ടയർ കാര്യങ്ങൾ. ഇതിന് നിങ്ങൾ എവിടെയെങ്കിലും കാണിച്ചിട്ട് ആ സാധനം കണ്ടില്ലേ, ആ പെട്ടി വേണമെങ്കിൽ കാണിച്ചാൽ പെട്ടി കാര്യമാണ്. പക്ഷെ കണ്ടേ, ഇത്രയും സാധനം മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടേ, അപ്പൊ എന്താ വെച്ചാൽ സീറ്റ് ഉണ്ട്, ടയർ ഇതാ 3 ടയർ ഉണ്ട്. പിന്നെതാ ഇത് ഒന്നിതാ, ഇത് നമ്മുടെ സെന്ററിൽ മെയിൻ ആയിട്ട് വരുന്ന സംഭവം. പിന്നെ 2 കൊട്ട, പിന്നെ നെറ്റ്. അതേപോലെ തന്നെ പെഡലിന്റെ ഇതാ, ഈ പെഡലിന്റെ ഉള്ളിൽ വരുന്ന നെറ്റില്ല. എനിക്കിതിൽ 3 സാധനം എനിക്ക് മിസ്സിംഗ് ആണ്. മിസ്സിംഗ് മീൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എന്ത് ഉദ്ദേശം എന്താ ഇതിനൊക്കെ പറയാം നമ്മൾ. ഞാൻ സംഭവം എല്ലാം കൂട്ടിയിട്ടിട്ട് ഞാൻ എന്താക്കി ഫിറ്റ് ചെയ്യണം. എല്ലാം ഫിറ്റ് ചെയ്ത് വന്നപ്പോ സൈക്കിളിന്റെ ഹാൻഡിലും ഇല്ല, ബാക്കിലെ കമ്പിയില്ല. നമ്മളിപ്പോ ഒരാൾക്ക് ഒരു സാധനം ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച കളറ് വ്യത്യാസം. നമുക്ക് കളർ ഇഷ്ടപ്പെട്ടു, എന്നാൽ കൂടിയും അവര് നമ്മൾ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം ആണ് നമുക്ക് വേണ്ടത്. മോളെ ബർത്ത്ഡേക്ക് ആഗ്രഹിച്ച് വാങ്ങിയതായിരുന്നു സത്യം. ഇത് ഓപ്പൺ ചെയ്തതിന് അത്ര എക്സൈറ്റ്മെന്റിൽ ഓപ്പൺ ചെയ്തതാണ്. പക്ഷെ ഓപ്പൺ ചെയ്തപ്പോ പകുതി സാധനങ്ങളില്ലെന്ന് പറഞ്ഞപ്പോ ശരിക്കും നല്ല വിഷമായി പോയി. കാരണം അത്രയും ഞാൻ ഒരുപാട് കാത്തിരിക്കുകയായിരുന്നു. കാരണം നമ്മള് ഫസ്റ്റ് ആയിട്ട് കുഞ്ഞിന് വാങ്ങുന്ന ഒരു വണ്ടിയായിരുന്നു. അപ്പൊ ഭയങ്കരമായിട്ട് ഞങ്ങൾ വിചാരിച്ചത് റിട്ടേൺ ചെയ്യാന്ന്. പിന്നെ ഞാൻ അവരെ വിളിച്ചു നോക്കിയപ്പോ റീപ്ലേസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം എത്തിച്ചേരാന്ന് പറഞ്ഞു. കുഴപ്പമില്ല, പക്ഷെ എന്നാലും നമുക്ക് പരാതിയായിട്ടുള്ള പറയുന്നത്. പക്ഷെ കളർ നമ്മൾ ഉദ്ദേശിച്ച കളർ കിട്ടിയില്ല. അതേപോലെ തന്നെ സാധനം ജസ്റ്റ് പറഞ്ഞു. നമ്മൾ ഇങ്ങനെ വീഡിയോ കാണാൻ, ഞങ്ങൾ ഇങ്ങനെ വീഡിയോ കാണാൻ പറയാം. നിങ്ങൾ എമർജൻസി ആയിട്ട് ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒക്കെ ഒഴിവാക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ ഇതൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാണ്, ഒരു സർപ്രൈസ് ആയിട്ട്. ഇത് അവരുടെ വീട്ടിലെത്തി ഒരു ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ സൈക്കിളിൽ 3 സാധനമുള്ളൂ. പിന്നെ പറഞ്ഞാൽ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് റീപ്ലേസ്മെന്റ് ചെയ്ത് തരാം. ഇനിയിപ്പോ വരുന്നുണ്ട് രണ്ടാമത്. ഇപ്പൊ ഞങ്ങള് റീപ്ലേസ്മെന്റ് കാണിക്കുന്നുണ്ട്. അപ്പൊ 8-ാം തീയതി ഡെലിവറി ആവും. 8-ാം തീയതി ആണല്ലോ ബർത്ത്ഡേ. അതിന് മുന്നേ എത്തുന്നു വിശ്വസിക്കുന്നുട്ടോ. എത്തിയില്ലെങ്കിൽ ആകെ സങ്കടമായി പോകും. അവരെ തെറ്റാവൂല ചിലപ്പോ. ഞാൻ പറഞ്ഞല്ലോ ഈ ഹോൾസ് ഉണ്ട്, ഇവിടെ ഒരു ഹോൾസ് ഉണ്ടല്ലേ. അപ്പൊ ഇത് ഈ ഹോൾസ് കൂടെ ചാടി പോയതാണെന്ന് പറയാൻ പറ്റൂല. അതുപോലെ തന്നെ ചാടി പോയത് പോട്ടെ, പക്ഷെ വണ്ടിയുടെ കളർ മാറിയത് അങ്ങനെ പെട്ടിന്ന് പറ്റിയതാവുമല്ലോ. അപ്പൊ കളറ് ഷേപ്പ് അതൊക്കെ നിങ്ങൾ ഇതിന്റെ ആൾക്കാരൊക്കെ നിങ്ങൾ ഫ്ലിപ്കാർട്ടിന്റെ മെയിൻ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഒരാൾ ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ അവർക്ക് ആ മുതലല്ലേ കൊടുക്കാൻ. നമ്മളൊരു സാധനം ഓർഡർ ചെയ്ത് നമ്മൾ ഇഷ്ടപ്പെട്ടതല്ലേ. അപ്പൊ വരുന്ന സാധനം വേറെ. ഇപ്പൊ ഒരു കടയിൽ പോയിട്ട് ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ നമ്മുടെ കളർ അനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ എടുക്കാം. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലല്ല നമുക്ക് തരണം, നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ നിങ്ങൾ തരണം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഈ ബുൾജെറ്റിനെ കളിയാക്കിയതല്ല കേട്ടോ. ഞങ്ങള് വെറുതെ ജസ്റ്റ് പറഞ്ഞാൽ വെറുതെ രസമായിട്ട് ഒന്ന് ഇൻട്രോ പറഞ്ഞു വെച്ചോ. വേറെ ഒന്നല്ല, ഈ തെരഞ്ഞു വിളിക്കാൻ കിട്ടോ. ഞങ്ങള് ഈ ബുൾജെറ്റിന്റെ കട്ട ഫാൻസ് ആട്ടോ. ഓക്കെ, ഞാനും കൊടുക്കാം. ഈ ബുൾജെറ്റിന്റെ സംസാരം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങള് വീഡിയോ ചെയ്യുന്നതിന് മുന്നേ അത് പറഞ്ഞ് ഒരുപാട് ചിരിച്ചു. കാരണം അവരുടെ സംസാരം നല്ല നല്ല രസമാണ്. എബിന്റെ സംസാരം കേൾക്കാൻ. അതുകൊണ്ട് ചുമ്മാ പറഞ്ഞു നോക്കിയത്.
അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ചാൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.